പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കത്തോലിക്ക സഭയുടെ നോമിനിയാണെന്ന തരത്തിൽ വലിയ പ്രചാരണമാണ് രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിനെതിരെ അഴിച്ചുവിടുന്നത്. ചെറുതെങ്കിലും പാർട്ടിക്കകത്തും ഇതേ വികാരമുള്ളവർ ഉണ്ടെന്നുള്ളതാണ് ശരി. എന്നാൽ ഇത്തരം ആരോപണങ്ങളെ പാടെ തള്ളിക്കൊണ്ട് മുൻ ഇടുക്കി DCC അധ്യക്ഷനായിരുന്ന ഇബ്രാഹിം കുട്ടി കല്ലാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. താരതമ്യേന മുസ്ലിം സമുദായം വളരെ കുറവുള്ള ഇടുക്കി ജില്ലയിൽ DCC അധ്യക്ഷനായി 5 വർഷത്തോളം ഇരുന്ന എളിയനായ പൊതുപ്രവർത്തകനാണ് താൻ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അവിടെ ജാതി നോക്കിയാണോ തന്നെ വെച്ചത്? ഇന്ന് വരെ CPM-ഓ BJP-യോ അങ്ങനെ ഒരാളെ ഇടുക്കിയിൽ വെച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഇബ്രാഹിം കുട്ടി കല്ലാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നിയുക്ത KPCC അധ്യക്ഷനായി ശ്രീ സണ്ണി ജോസഫ് MLA ഹൈക്കമാൻഡ് നിയോഗിച്ചത് മുതൽ LDF BJP പ്രവർത്തകരായിട്ടുള്ള ചിലർ അദ്ദേഹത്തെ കത്തോലിക്ക സഭയുടെ നോമിനിയെ ചിത്രീകരിക്കുന്നത് കാണുകയുണ്ടായി. നിങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് യോഗ്യതയാണോ? എന്റെ അനുഭവം പറയാം. താരതമ്യേന മുസ്ലിം സമുദായം വളരെ കുറവുള്ള ഇടുക്കി ജില്ലയിൽ DCC അധ്യക്ഷനായി 5 വർഷത്തോളം ഇരുന്ന എളിയവനായ പൊതുപ്രവർത്തകനാണ് താൻ. അവിടെ ജാതി നോക്കിയാണോ തന്നെ വെച്ചത്? ഇന്ന് വരെ CPM-ഓ BJP-യോ അങ്ങനെ ഒരാളെ ഇടുക്കിയിൽ വെച്ചിട്ടുണ്ടോ? ഇതേപോലെ കോൺഗ്രസ് പാർട്ടിക്ക് സമാനതകളുള്ള എത്രയോ വ്യക്തികൾ ഈ സംസ്ഥാനത്തെമ്പാടുമുണ്ട്. CPM-ഉം BJP-യും പച്ച ജാതി മാത്രമല്ല ഇക്കാര്യത്തിൽ നോക്കുന്നത്. എന്റെ പാർട്ടി എന്റെ അഭിമാനമാണ് എന്നതുപോലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനമാണ് പാർട്ടി. സണ്ണി ജോസഫ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, MLA, നിലവിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നീ സ്ഥാനങ്ങളിലെല്ലാം ഇരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹനുമാണ്. അതേപോലെ തന്നെ ആന്റണി MP കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് തന്നെയാണ്. ജനഹൃദയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MP-യാണ്. കോട്ടയം DCC പ്രസിഡന്റ് എന്ന നിലയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല പ്രസിഡന്റിനുള്ള സമ്മാനം വാങ്ങിയ ആളാണ്. ഏറ്റവും നല്ലൊരു ലോക്സഭാ സാമാജികനാണ്. ഇടത് BJP പ്രൊഫൈലുകളിൽ ഈ 2 നേതാക്കൾക്കെതിരെയുള്ള പ്രചാരണം അവസാനിപ്പിക്കും. ഇത് ആത്മാഭിമാനമുള്ള ഒരു പ്രസ്ഥാനത്തിന് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം ആര് പറഞ്ഞാലും അത് അംഗീകരിക്കണം നേതാവേ. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി കാൽ തൊട്ട് വന്ദിച്ചിരിക്കുകയാണ് സണ്ണി ജോസഫ്. കരുണാകരന്റെ ഓർമ്മ കരുത്തു പകരുമെന്ന് സണ്ണി ജോസഫ് പ്രതികരിക്കുകയുണ്ടായി. സഹഭാരവാഹികളായ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. ചുമതല ഏൽക്കും മുമ്പ് കോൺഗ്രസിന്റെ പഴയ നേതാക്കളെ അനുസ്മരിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറയുകയുണ്ടായി. സണ്ണി ജോസഫ് കണ്ണൂരിലെ കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്നു. ജില്ലയിലെ UDF-നെയും സണ്ണി ജോസഫ് നയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള സണ്ണി ജോസഫ് പിൽക്കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനുമായി. 2011 മുൻ മന്ത്രി KK ശൈലജയെ സിറ്റിംഗ് സീറ്റായ പേരാവൂർ മണ്ഡലത്തിൽ തോൽപ്പിച്ചാണ് സണ്ണി ജോസഫിന്റെ നിയമസഭയിലേക്കുള്ള കന്നി വിജയം. ഇനി KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം.